ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ എനിക്ക്. അപ്പം ഇങ്ങനെ നടക്കുന്ന വഴിക്ക് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ വയനാട്ടിലെ സംഭവത്തിന് ശേഷം ഒരു ബുദ്ധിമുട്ട് ഭയങ്കര. ഞാനും വയനാട്ടിൽ നിന്നാണ്. പക്ഷെ ഞങ്ങളുടെ സൈഡൊന്നും കുഴപ്പമില്ല. ഞാൻ പുൽപ്പള്ളി ആ ഭാഗത്താണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു സംഭവം ഇങ്ങനെ നടന്നപ്പം അങ്ങോട്ട് ഭയങ്കര ഒരു വിഷമം. കുറേ ദിവസമായിട്ട് ഈ ഒരു ചിന്ത അല്ലാണ്ട് വേറെ ഒന്നും മനസ്സിലില്ല. ഇപ്പം നമ്മുടെ എത്ര ദൂരെ കിടന്നാലും എവിടെ കിടന്നാലും നമ്മുടെ സ്വന്തം നാടിൻ്റെ അത്രയും വരില്ലല്ലോ ഒന്നും. അപ്പം അങ്ങനെ ഒരു ദുരന്തം അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണമായിരുന്നു, ഇതെന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കേട്ടോ. ഞാനായിരുന്നു വെച്ചാൽ ഗൂഗിൾ ചെയ്തപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു യൂഷ്വലായിട്ടുള്ള ഇങ്ങനെ റെയിൻഫോളും ട്രോപ്പിൻ്റെ റീജിയൻ്റെ ടെറൈൻ എങ്ങനെയാണോ അതിനനുസരിച്ച്, പിന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും മഴ പെയ്ത് അതിന് താങ്ങാതെ വന്നപ്പോൾ അത് പൊട്ടിയത് പ്രകൃതി സംഭവിക്കുന്നതാണ്, നാച്ചുറലാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് കുറേ ഒരു എക്സ്റ്റെൻറ്റ് വരെയൊക്കെ ചിലപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ നമുക്കിത് തടയാൻ പറ്റുമായിരുന്നേനെ. അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ഇൻവേഷൻ, മനുഷ്യൻ്റെ കടന്നുകയറ്റം കാരണം പ്രകൃതിക്ക് വന്നിട്ടുള്ള ദോഷങ്ങൾ കുറേയാണ്. അതിൽ നമ്മുടെ രാജ്യം ഭയങ്കര ഓവർ പോപ്പുലേറ്റഡ് ആണ്. ഇത്രയും പേര് ഇത്രയും സ്ഥലം കയറി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ ഭവിഷ്യത്തുകൾ എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെയും കൂടെ ഒക്കെ ഉള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ നോക്കുമ്പോൾ കണ്ടു ഒരു സ്ഥലത്ത് അവർ ഈ ടെറസ് ഫാമിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലോപ്പ് പോലത്തെ ഏരിയയിൽ ടെറസ് ഫാമിങ് ഇത്രയും ആൾക്കാർ കുറേ കാലം, ഇത് ഇന്ത്യയിൽ തന്നെ, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണ്. അപ്പോൾ അങ്ങനെ അവിടെ ഭയങ്കര ഉരുൾപൊട്ടലുണ്ടായി. ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. അതുപോലെ ഈ മലകളൊക്കെ തുരങ്കപാതയൊക്കെ ഉണ്ടാക്കുക. വികസനം നല്ലതാണ്, പക്ഷെ മനുഷ്യൻ്റെ ആരോഗ്യവും ജീവനും ഇല്ലാണ്ട് എന്തിനാ ഈ വികസനം? ഇപ്പോൾ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മാനസിക വിഷമം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷെ വികസനത്തെക്കാൾ വലുത് നമുക്ക് നമ്മുടെ ജീവനും ഇതൊക്കെയല്ലേ. അങ്ങനെ അതൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു ബിസ്ക്കറ്റ് നമ്മൾ പ്ലാസ്റ്റിക് അവിടെ കളയുന്നു. ഞാനാണെങ്കിൽ ഈ കാനഡയ്ക്ക് വരുന്നതിന് മുന്നേ വരെ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തിന്നത്. റോട്ടിലും എല്ലായിടത്തും വലിച്ചെറിയും, അവിടെ കിടക്കും, വർഷങ്ങളോളം കിടക്കും. ഞാൻ മൈൻഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഒരു 7 കൊല്ലമായി. ഇവിടെ വന്നപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത്ര വിശാലമായ റോഡ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും കാണാനുണ്ടോ? ഒന്നും കാണാൻ പറ്റില്ല. അത്രയും നീറ്റാണ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നാളത്തെ ഒരു പ്രകൃതിക്ക് മനുഷ്യനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്ന് ഇത് മനസ്സിലാക്കിയ ശേഷം നാട്ടിൽ പോയി കഴിഞ്ഞാലാണേലും ഞാൻ എൻ്റെ വീട്ടുകാരെയും സമ്മതിക്കില്ല, ഞാനും ചെയ്യത്തില്ല. എവിടെയും പ്ലാസ്റ്റിക് ഇതൊന്നും ഞാൻ ഇടത്തില്ല. ഞാനിപ്പോൾ അത് എൻ്റെ വീട്ടുകാരനാണെങ്കിലും പറയാം, എല്ലാവരും പറഞ്ഞു കത്തിക്കാനും ഞാൻ സമ്മതിക്കത്തില്ല, എനിക്കിഷ്ടമല്ല. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ പ്രകൃതി ദുരന്തങ്ങൾ മൊത്തത്തോടെ നിർത്താൻ പറ്റുമെന്നൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. കുറേയൊക്കെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ, കുറേ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ ആഘാതമെങ്കിലും കുറയും. ഇതിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാനിപ്പോൾ ക്യാമ്പിലിങ്ങനെ ഫോറസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ക്യാമ്പ് വയ്ക്കാൻ വേണ്ടി അവർ മരങ്ങൾ വെട്ടും. എന്നിട്ട് ആ പണി അവിടെ തീർന്നു കഴിയുമ്പോഴത്തേക്ക്
ആ സ്ഥലം എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, എത്ര മരങ്ങളാണോ വെട്ടിയത്, ഏത് ടൈപ്പ് മരങ്ങളാണോ വെട്ടിയത്, എല്ലാവരും ഈ കറക്റ്റ് കണക്കുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ആ ഫോറസ്റ്റ് പഴയ പോലെ തന്നെ എന്താ പറയുക, റീഫോറസ്റ്റേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവുമോ? വെട്ടിപ്പോയി അവിടെ പുതിയ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്, പിന്നെ അത് തിരിഞ്ഞു നോക്കത്തുമില്ല. ഈ മരങ്ങൾ വെട്ടുന്നല്ലാണ്ട് തിരിച്ചു വയ്ക്കുക എൻ്റെ വീട്ടിൽ പോലും ഞങ്ങളാരും ചെയ്യാറില്ല. പറമ്പിൽ ഇപ്പോൾ മകളെ കെട്ടിക്കാറാകുമ്പോൾ ഒരു 30 തേക്ക് വെട്ടി വെച്ചു, അതിന് പകരം 30 തേക്ക് വെക്കുമോ? ആര് വെക്കാൻ, അല്ലെങ്കിൽ ആര് ചെയ്യാൻ? അപ്പോൾ എനിക്ക് ഇച്ചിരി പ്രകൃതി സ്നേഹമുണ്ട്, എല്ലാവർക്കും ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ അല്ലാണ്ട് നമുക്ക് സുനാമി വരുമ്പോൾ വെള്ളക്കെട്ട് വരുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മളാർ ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷൻസൊക്കെ കുറേ കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സത്യമായ കാര്യമാണ്, നല്ലതാണ്. എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ഇവിടെ 100-150 കൊല്ലം ജീവിച്ചില്ലെങ്കിലും നമ്മുടെ വരും തലമുറകൾക്ക് ജീവിക്കണ്ടേ, അതിന് എന്തെങ്കിലുമൊക്കെ ബാക്കി വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയോ ഒന്നിനും പറയുന്നൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് വിഷമമുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇതിപ്പം എല്ലാവരും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ സംഭവം, ഈ വയനാട് സംഭവം ഇത്രയും ആഘാതത്തിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിനും ഒരു തീരുമാനം എത്രയും പെട്ടെന്നാക്കിയില്ലെങ്കിൽ അയ്യോ നടക്കാനും പറ്റുന്നില്ല. എന്തുവാ സായിപ്പേ, എനിക്ക് നടക്കാൻ പറ്റണം, ഞാൻ വലിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് നോക്കിയിട്ട് പോകുന്നത്. ഓക്കെ, ഈ മുല്ലപ്പെരിയാർ സംഭവം എന്താ പറയുന്നത്, എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തം കാണുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും അത് മോശം അവസ്ഥയാവും എന്താവുമെന്നൊന്നും എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് ഇന്ന് സംസാരിച്ചപ്പോഴാണ് അവരാണെങ്കിൽ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ ഉള്ളവരാണ്. അവർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിൻ്റെ പകുതി അങ്ങ് തീരും, പിന്നെ ഒന്നും കാണത്തില്ല എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ, എനിക്കൊന്നാമത് അറിവില്ല, പത്രം ഇതൊന്നും വായിക്കുകയില്ല. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ആകെ എൻ്റെ ദൈവം, ഇനി ഇതും കൂടെ നമുക്ക് വരാനുള്ളൂ, വേറെ എല്ലാം തികഞ്ഞ്. അപ്പോൾ എല്ലാവരും ഒന്ന് 2 ചക്കം പിള്ളേർ കാണിക്കുന്ന കണ്ടു ഇതിനെതിരായിട്ട് പെറ്റീഷനും ഇതൊക്കെ, എല്ലാവരും അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമൊക്കെ എല്ലാവരും ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. എല്ലാവരും കരുതലോടെ ജീവിക്കുക.